ഹായ് ഓൾ വെൽക്കം ടു എക്സാം വൈ ഒളിമ്പ്യാഡ്സ്. സോ ഇന്ന് നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ IOQM 2024 ജോമെട്രിയിലെ ഒരു ക്വസ്റ്റൻ ആണ്. നോക്കാം. ഇൻ എ ട്രയാങ്കിൾ എ ബി സി ആംഗിൾ ബി എ സി ഈക്വൽ ടു 90 ഡിഗ്രി ലെറ്റ് ഡി ബി ദ പോയിന്റ് ഓൺ ബി സി സച്ച് ദാറ്റ് എ ബി പ്ലസ് ബി ഡി ഈക്വൽ ടു എ സി പ്ലസ് സി ഡി ആണ്. സപ്പോസ് ബി ഡി ബൈ ഡി സിയുടെ റേഷ്യോ തന്നിട്ടുണ്ട് ആൻഡ് എ സി ബൈ എ ബിയുടെ റേഷ്യോ തന്നിട്ടുണ്ട് വിച്ച് ഈസ് എം പ്ലസ് റൂട്ട് പി ഡിവൈഡ് ബൈ എൻ ആണ്. ഓക്കെ, എം എൻ പി ആർ റിലേറ്റീവ്ലി പ്രൈം പോസിറ്റീവ് ഇൻഡിജേഴ്സ് ആണ്. പി ഈസ് എ പ്രൈം നമ്പർ. ഓക്കെ, ഡിറ്റർമൈൻ ദ വാല്യൂ ഓഫ് എം പ്ലസ് എൻ പ്ലസ് പി, അതായത് എമ്മിൻ്റെയും എന്നിൻ്റെയും പിയുടെയും വാല്യൂസ് കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ കാണേണ്ടത് ലൈക്ക് ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ആംഗിൾ ബി എ സി എന്താണ്, ആംഗിൾ എ 90 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. സോ ലൈക്ക് അത് ആദ്യം വരക്കാം നമുക്ക്. ആംഗിൾ ബി എ സിയിൽ ആംഗിൾ എ 90 ഡിഗ്രി ആണ്. ഓക്കെ, എ ബി സി ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. ആൻഡ് ബി ഡി ബൈ ഡി സി, ഡി എന്ന് പറയുന്നത് ബി സി എന്ന് പറയുന്ന ലൈനിലുള്ള പോയിന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ബി ഡി ബൈ ഡി സി അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്? ഡി എന്ന് പറയുന്ന പോയിന്റ് ബി സി എന്ന് പറയുന്ന ലൈൻ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്? 2:1 കട്ട് ചെയ്യുന്നത്. സോ ലൈക്ക് നമുക്ക് മാർക്ക് ചെയ്യാം ബി ഡി. ഇതെന്താണ്, ഇവിടെ ഈ ഒരു ഡിസ്റ്റൻസ് 2x ആണ് എന്നുണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസ് x ആക്കി എടുക്കാം അല്ലേ. എന്താണ് ബി ഡി ബൈ ഡി സി എന്താണ് 2:1 ആണ് തന്നിട്ടുണ്ട്. ഇഫ് എ സി ബൈ എ ബി ഇസ് ഈക്വൽ ടു എം പ്ലസ് റൂട്ട് പി ബൈ എൻ, ഓക്കെ, എ സി ബൈ എ ബി അല്ലേ, ഈ ഡിസ്റ്റൻസ് ഈ ലെങ്ത് ഡിവൈഡ് ബൈ ഈ ലെങ്ത് എം പ്ലസ് റൂട്ട് പി ബൈ എൻ വേർ എം ആൻഡ് എൻ പി ആർ റിലേറ്റഡ്. ഇവിടെ ഒരു പോയിന്റും കൂടെ നമുക്ക് അഡീഷണൽ ആയിട്ട് തന്നിട്ടുണ്ട് വിച്ച് ഈസ് ആംഗിൾ ബി എ സി 90 ഡിഗ്രി ആണ്. ഇതെന്താണ് 90 ഡിഗ്രി ആണെന്നുള്ളതാണ്. സോ ഇവിടെ നോക്കിയേ, ആൻഡ് വൺ മോർ തിങ്, എ ബി പ്ലസ് ബി ഡി ഈക്വൽ ടു എ സി പ്ലസ് സി ഡി എന്ന് പറയുന്ന കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഇത് ഉപയോഗിക്കുന്ന സമയത്ത് എങ്ങനെ ഉപയോഗിക്കാം? എ ബി പ്ലസ് ബി ഡി ഈക്വൽ ടു എ സി പ്ലസ് സി ഡി. എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റ് അല്ലേ, ഈ ലൈന്. ബി ഡി തന്നിട്ടുണ്ട്. ബി ഡി എന്ന് പറയുന്നത് ഇതാണ്. സോ ലൈക്ക് ഞാൻ ഈ ഒരു ലൈനിനെ വൈ എന്ന് വിളിക്കട്ടെ, എ ബി എന്ന് പറയുന്ന ലെങ്ത്തിനെ വൈ എന്ന് വിളിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എ ബി പ്ലസ് ബി ഡി എന്താ വരിക? വൈ പ്ലസ് 2x അല്ലേ. എ ബി പ്ലസ് ബി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ പ്ലസ് 2x. എന്താണ് എ ബി പ്ലസ് ബി ഡി അല്ലേ? ഞാൻ ഇതാണ് ഇക്വേറ്റ് ചെയ്യുന്നത്. എ ബി പ്ലസ് ബി ഡി ഈക്വൽ ടു എ സി പ്ലസ് സി ഡി എന്ന് പറയുന്ന ലൈൻ ഇക്വേഷനാണ് ഇക്വേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എ ബി പ്ലസ് ബി ഡി എന്ന് പറഞ്ഞാൽ എ ബി എന്ന് പറഞ്ഞാൽ വൈ ആണ്, ബി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 2x ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു എന്താ തന്നിട്ടുള്ളത്? എ സി പ്ലസ് സി ഡി. എ സി എന്താണ്? എ സി ഇതല്ലേ, അത് അറിയൂല. സോ ഞാൻ എ സി അങ്ങനെ തന്നെ വിളിക്കാം. പ്ലസ് എന്താണ് സി ഡി തന്നിട്ടുണ്ട്. സി ഡി എന്താണ് എക്സ് ആണെന്ന് അറിയും. സോ ഇക്വേറ്റ് ചെയ്യാം. സോ എനിക്ക് എ സിയുടെ ലെങ്ത് കിട്ടൂല. അതിന് എന്താ കിട്ടുക? എ സിയുടെ വാല്യൂ എക്സ് പ്ലസ് വൈ എന്ന് കിട്ടും അല്ലേ. കാരണം എന്താണ്, ഈ എക്സും 2x എന്ത് ചെയ്യുന്നുണ്ട്? മൈനസ് ചെയ്യുക. അപ്പോൾ ബാക്കി എക്സ് പ്ലസ് വൈ കിട്ടും. സോ ഈ ലെങ്ത് അറിയാം, വിച്ച് ഈസ് എക്സ് പ്ലസ് വൈ. ഇത്രയും അറിയാം. ഇനി എന്താണ് അഡീഷണൽ ആയിട്ട് തന്നിട്ടുള്ളത്? ഇവിടെ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് തന്നിട്ടുണ്ട്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? പൈതഗോറസ് തിയറം യൂസ് ചെയ്യാം അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. അങ്ങനെ അപ്ലൈ ചെയ്യാം. വൈ സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൈയുടെ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് പ്ലസ് 2x, അതായത് 3x ഹോൾ സ്ക്വയർ ആയിരിക്കും വരിക. സോ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുന്ന സമയത്ത് എക്സ് പ്ലസ് വൈയുടെ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 3x ഹോൾ സ്ക്വയർ വിച്ച് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് ഇവിടുന്ന് ഒരു വൈ സ്ക്വയർ വരും അല്ലേ. എക്സ് സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. അതിനെന്താണ് ഇവിടുന്ന് ഒരു വൈ സ്ക്വയർ വരും. ഇവിടെ ഓൾറെഡി ഒരു വൈ സ്ക്വയർ ഉണ്ട്. സോ അതെന്താണ് വൈ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് 2y സ്ക്വയർ ആവും. ഞാൻ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാണ് ഇവിടെ. അപ്പോൾ 2y സ്ക്വയർ പ്ലസ് ഇവിടെ 2xy ഉണ്ടാവും അല്ലേ. 2xy ഇസ് ഈക്വൽ ടു 9x സ്ക്വയർ എന്ന് പറയാം. അതിനെ റെഡ്യൂസ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് എങ്ങനെ വരും? ഇവിടെ 9x സ്ക്വയർ ഉണ്ട്, ഇവിടെ x സ്ക്വയർ ഉണ്ട്, വിച്ച് ഈസ് 8x സ്ക്വയർ മൈനസ് 2y സ്ക്വയർ. വൈ സ്ക്വയറിനെ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് മൈനസ് 2y സ്ക്വയർ മൈനസ് 2xy ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കംപ്ലീറ്റ്ലി ഇക്വേഷൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എന്താ വരിക? 4x സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് xy ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിട്ടും. 4x സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് xy ഈക്വൽ ടു 0. രണ്ട് വേരിയബിൾസ് ഉണ്ട് അല്ലേ. എക്സും വൈ എന്ന് പറയുന്ന രണ്ട് വേരിയബിൾസ് ഉണ്ട്. നമുക്ക് എന്താ കാണേണ്ടത്? എ സി ബൈ എ ബി ആണ് കാണേണ്ടത്. എ സി എന്താണ് നമുക്ക് നോക്കാം. എ സി ബൈ എ ബി എന്ന് പറയുന്ന റേഷ്യോ എന്താണെന്ന് നോക്കാം. എ സി ബൈ എ ബി നമുക്ക് എക്സിൻ്റെ വൈയുടെ ടേംസിൽ എഴുതാലോ. എ സി ബൈ എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ സി എന്ന് പറഞ്ഞാൽ ലെങ്ത് എന്താ വരിക? എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ അല്ലേ. സോ എ സി എന്താണ് എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ എ ബി എന്താണ് ലെങ്ത് വരുന്നത്? വൈ ആണ് അല്ലേ. എ ബി എന്ന് പറഞ്ഞാൽ വൈ ആണ്. സോ എന്താണ് വൈ എന്ന് എഴുതാം. സോ ഞാൻ വൈ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കട്ടെ ന്യൂമറേറ്ററിലോട്ട്. അപ്പോൾ എക്സ് ബൈ വൈ പ്ലസ് 1 ആണ് എനിക്ക് കാണേണ്ടത് അല്ലേ. എനിക്ക് എക്സ് ബൈ വൈ പ്ലസ് 1 എന്ന് പറയുന്ന റേഷ്യോ കണ്ടാൽ മതി. അതെന്തിനോട് ഈക്വലാന്ന് പറഞ്ഞിട്ടുണ്ട്? എം പ്ലസ് റൂട്ട് പി ബൈ എന്നോട് ഈക്വലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ് ബൈ വൈ പ്ലസ് 1 എന്ന് പറയുന്ന റേഷ്യോ ആണ് കാണേണ്ടത്. എനിക്ക് എക്സും വൈയും സെപ്പറേറ്റ്ലി കാണേണ്ട ആവശ്യമില്ല. എനിക്ക് എന്താ എ സി ബൈ എ ബി എന്ന് പറയുന്ന റേഷ്യോ കാണാൻ എന്താ എക്സും വൈയും സെപ്പറേറ്റ്ലി കാണേണ്ട ആവശ്യമില്ല. എനിക്ക് എക്സ് ബൈ വൈ എന്ന് പറയുന്ന റേഷ്യോ കിട്ടിയാൽ മതി. നമുക്ക് ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്?
എക്സിൻ്റെയും വൈൻ്റെയും ടേംസിലുള്ള ഇക്വേഷൻസാണ് തന്നിട്ടുള്ളത്. സോ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കാം. ഞാൻ എൻ്റെ ഇക്വേഷൻ ഞാൻ വൈ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. വൈ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ വരും? 4x² മൈനസ് 1 മൈനസ് ഇവിടെ എക്സ് വൈ ഡിവൈഡ് ബൈ വൈ സ്ക്വയർ അല്ലേ വരിക. അപ്പോൾ ഒരു വൈയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി x/y = 0. സോ എന്താണ് ഇത്? x/yയുടെ നിങ്ങൾ നോക്കിയേ, x/yയുടെ ടേംസിലുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനായി മാറിയില്ലേ? ഒന്നും കൂടെ മാറ്റി എഴുതാം. സോറി, യെസ്, ഓക്കെ. 4 × x/yയുടെ ഹോൾ സ്ക്വയർ മൈനസ് x/y മൈനസ് 1 = 0. നിങ്ങൾ നോക്കിയേ, ഇതെന്താണ്? x/yയുടെ ടേംസിലുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് മാറിയില്ലേ? കാരണം എന്താ, നിങ്ങൾ ഇവിടെ x/yക്ക് പകരം ഒരു k കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ എന്താ വരിക? 4k² മൈനസ് k മൈനസ് 1 = 0. നമുക്ക് x/y, അപ്പോൾ കേക്ക് സോൾവ് ചെയ്യുന്ന സമയത്ത് എന്താ കിട്ടുക? x/yയുടെ വാല്യൂ കിട്ടുക അല്ലേ? എക്സും വൈയും സെപ്പറേറ്റ്ലി കിട്ടൂല, x/yയുടെ വാല്യൂ കിട്ടുക. ആ x/yയുടെ വാല്യൂ നമുക്ക് മതി. നമുക്ക് എന്താ വേണ്ട? എക്സും വൈയും സെപ്പറേറ്റ്ലി വേണ്ട, അതിൻ്റെ റേഷ്യോ കിട്ടിയാൽ മതി. സോ നമ്മളും അത് ആ x/y കിട്ടുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ആൻസർ കണ്ടെത്താൻ പറ്റും. സോ എന്താ ചെയ്യാം? x/yക്ക് ഞാൻ k എന്ന് കൊടുക്കാം. x/yക്ക് k കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്താ വരിക? 4k² മൈനസ് k മൈനസ് 1 = 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. കെയുടെ വാല്യൂ എങ്ങനെ കണ്ടെത്താൻ പറ്റും അല്ലേ? നമ്മൾ ലൈക്ക് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ax² + bx + c = 0 ആണെന്നുണ്ടെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -b ± √b² മൈനസ് 4ac/2a ആണ് അല്ലേ? ഇതെങ്ങനെയാണ് കാണേണ്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ പ്രീവിയസ് ലെക്ചേഴ്സിൽ അല്ലേ, കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ലൈക്ക് എന്ത് ചെയ്യാം, അത് ഇൻ കേസ് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ വാച്ച് ചെയ്യാം. സോ എക്സിൻ്റെ വാല്യൂ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് എന്താണ് വേരിയബിൾ? കെ ആണ്. സോ കെയുടെ വാല്യൂ എങ്ങനെ കാണാൻ പറ്റും? കെയുടെ വാല്യൂ കാണാം, വിച്ച് ഈസ് -b അല്ലേ? -b എന്ന് പറയുമ്പോൾ -1 വരിക, വിച്ച് ഈസ് +1 ± √b². b² എന്താ? -1ൻ്റെ സ്ക്വയർ, വിച്ച് ഈസ് 1 മൈനസ് ഓഫ് എന്താ വരിക? -4 × a × c ആണ്. 4 × a എന്താ അവിടെ വാല്യൂ? 4 ആണ്. × c എന്താണ്? -1 ആണ്. ഡിവൈഡഡ് ബൈ 2 × a എന്താ? 2 × 4. സോ എന്താ വരിക? 1 ± b² മൈനസ് 4ac പറയുമ്പോൾ √1 മൈനസ് ഇവിടെ എന്താ വരുന്നത്? 4 × 4 16. ഇവിടെ ഒരു മൈനസ് പ്ലസ് ആകും. സോ 1 -4 × -16 ആണ് വരിക, വിച്ച് ഈസ് 1 + 16 ആവും, വിച്ച് ഈസ് √17 ആണ് ഉള്ളിൽ വരിക. 17 ഡിവൈഡഡ് ബൈ 8. സോ 1 ± √17 ഡിവൈഡഡ് ബൈ 8 ആണ് കിട്ടിയിട്ടുള്ളത്. രണ്ട് വാല്യൂസ് ഉണ്ട് അല്ലേ? കെ അല്ലെങ്കിൽ x/y. കെ ആണ്, കെയുടെ വാല്യൂ ആണ് കിട്ടിയിട്ടുള്ളത് 1 ± √17/8. ഓക്കെ, √17/8. അല്ലെങ്കിൽ എന്താണ്? x/yയുടെ വാല്യൂ എന്താണ്? 1 ± √17/8. നിങ്ങൾ നോക്കിയ ഇവിടെ എന്തൊക്കെ രണ്ട് വാല്യൂസ് പോസിബിൾ ആണ്. ഒന്ന് 1 + √17/8, രണ്ടാമത്തെ എന്താണ്? 1 - √17/8 പോസിബിൾ ആണ്. പക്ഷേ 1 - √17/8 നിങ്ങൾ നോക്കിയേ, 1 + √17/8 1 - √17/8 ഈ രണ്ട് വാല്യൂസും എടുക്കാൻ പറ്റും. ഈ 1 - √17/8 എടുക്കാൻ പറ്റും. കാരണം എന്താ? 1 - √17 എന്ന് പറഞ്ഞാൽ √17 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 പോയിന്റ് സംതിങ് ആണ്. √16 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ 4 പോയിന്റ് സംതിങ് ആണ്. 1 - 4 പോയിന്റ് സംതിങ് ഡിവൈഡ് ബൈ 8 ആണ്, വിച്ച് ഈസ് -3 പോയിന്റ് സംതിങ് ഡിവൈഡ് ബൈ 8, വിച്ച് ഈസ് ഒരു നെഗറ്റീവ് വാല്യൂ ആണ് അല്ലേ? ഇതിൻ്റെ വാല്യൂ എന്താ വരിക? നിങ്ങൾ എക്സാക്ട്ലി കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണ്? ഒരു നെഗറ്റീവ് വാല്യൂ ആണ് വരിക. പക്ഷേ എന്താണ് ഇവിടെ തന്നിട്ടുള്ള എക്സും വൈയും എന്താണ്? ആക്ച്വലി അത് ലെങ്ത്തുകളാണ്. അതെന്താ ചെയ്യാൻ പാടില്ല? നെഗറ്റീവ് ആവാൻ പാടില്ല അല്ലേ? ട്രയാങ്കിൾസിൻ്റെ ലെങ്ത് ആണ് എന്ത്? എക്സും വൈയും. സോ എന്ത് ചെയ്യില്ല, അതിൻ്റെ റേഷ്യോ എടുക്കുന്ന സമയത്ത് എന്താവില്ല? ഒരിക്കലും നെഗറ്റീവ് ആവില്ല. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ആൻസർ നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റും അല്ലേ? ഈ ആൻസർ നമുക്ക് വേണ്ട. അപ്പോൾ നമുക്ക് x/yയുടെ വാല്യൂ എന്താ വരിക? 1 + √17/8 ആണ് വരിക. സോ നമുക്ക് എന്താണ് കാണേണ്ടത്? x/yയുടെ വാല്യൂ എന്താണ്? 1 + √17/8 ആണ്. എന്താണ് നമുക്ക് കാണേണ്ടത്? x/y +1 ആണ് കാണേണ്ടത് അല്ലേ? x/y +1 ആണ്. സോ ac/ab എന്താ വരിക? ac/ab ആണ്, വിച്ച് ഈസ് x/y +1 ആണ്. x/yയുടെ വാല്യൂ എന്താണ്? 1 + √17/8 ആണ്. 1 + √17/8 +1, വിച്ച് ഈസ് എന്താണ്? 9 + √17/8, വിച്ച് ഈസ് എന്താണ് തന്നിട്ടുള്ളത് നമുക്ക്? m + √p/n ആണ് തന്നിട്ടുണ്ട്. m + √p/n ആണ് തന്നിട്ടുണ്ട്. സോ m എന്താണ് ഇവിടെ? 9 ആണ്. p എന്താണ്? 17 ആണ്. ആൻഡ് n എന്താണ്? 8 ആണ്. പരസ്പരം എന്താണ്? കോപ്രൈംസ് ആണ്. p എന്താണ്? ഒരു പ്രൈം നമ്പറാണ് തന്നിട്ടുണ്ട്. എല്ലാ കണ്ടീഷൻസും എന്ത് ചെയ്തിട്ടുണ്ട്? സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. സോ m + n + pയുടെ വാല്യൂ എന്താ വരിക? m + n + pയുടെ വാല്യൂ 9 + 17 + 8, വിച്ച് ഈസ് ഈക്വൽ ടു 34 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരേണ്ടത്.